നമ്മളിവിടെ കുറേ കോംബോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ട് ഒരു 99 റിയാലിൻ്റെ ഒരു കോംബോ ഉണ്ട്. സോ ആ കോംബോ ആണ് നമ്മളിന്ന് ഓർഡർ ചെയ്തത്. ഗൈസ്, ശരിക്കും പറഞ്ഞാൽ വിശന്ന് വലഞ്ഞിരുന്നപ്പോഴാണ് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ വന്നേക്കുന്നത് ബിരിയാണി സ്റ്റേഷൻ. ഇത് ആക്ച്വലി കമീസ് മുഷീറ്റിൽ തന്നെയാണ്. സോ ഇവിടെ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി കണ്ടത്. സോ ഉടനെ തന്നെ നേരെ നമ്മൾ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അല്ല, ബാക്ക് ഡ്രോപ്പ് ഒക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിവിടെ കുറേ കോംബോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നിട്ട് ഒരു 99 റിയാലിൻ്റെ ഒരു കോംബോ ഉണ്ട്. സോ ആ കോംബോ ആണ് നമ്മളിന്ന് ഓർഡർ ചെയ്തത്. സോ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. സോ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ കോംബോ എത്തി ഗൈസ്. ഐ ഷോ യു. നമ്മുടെ കോംബോ കൊള്ളാമല്ലേ? ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ നൈസായിട്ടുണ്ട് കേട്ടോ. ഇത് കഴിച്ച് നോക്കിയാൽ മതി. ഇത്രയും ക്വാണ്ടിറ്റി ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എന്താ തിരിതിരിക്കരുത്, അത് കോംബോയിലുള്ളതല്ല, അത് നമ്മൾ ഓർഡർ ചെയ്യണം. ബിരിയാണി, പിന്നെ നൂഡിൽസ്, പിന്നെ അത് കഴിഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ റൊട്ടി നമ്മൾ ആക്ച്വലി ഇത് തന്തൂരി റൊട്ടിയാണുള്ളത്. നമ്മൾ പക്ഷെ അത് മാറ്റി വേറൊരു റൊട്ടി ഓർഡർ ചെയ്തു. പിന്നെ അതല്ലാതെ ഇതുവരെ കറീസും ഒക്കെ എടുക്കുന്നുണ്ട്. ഗുലാബ് ജാമുനുണ്ട്. കഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് നൂഡിൽസ് കഴിച്ചു നോക്കാം. കൊള്ളാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ആക്ച്വലി വളരെ അടിപൊളിയായിരുന്നു. സോ കഴിച്ച് ആക്ച്വലി വയറൊക്കെ ഭയങ്കര ഫില്ലായി. ഇപ്പം നമ്മൾ നേരെ ഇവിടെ ഇറങ്ങാൻ പോകും. സോ ദിസ് ആക്ച്വലി എന്താ പറയുക, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. കോംബോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നൈസായിരുന്നു. സോ